ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു ബോട്ടിൽ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെക്കോപ്പേജ് പേപ്പറാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഞാൻ അതിന് പകരം ഒരു സാന്റാക്ലോസിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് എടുത്തിട്ടുള്ളത്. കളർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ആക്കി ചിലവായത് 1 ദിർഹംസാണ്, അതായത് നാട്ടിലത്തെ ഒരു 20 രൂപ. ഇപ്പോൾ നിങ്ങൾ ഡെക്കോപ്പേജ് പേപ്പർ ഓൺലൈനിൽ വാങ്ങണം നിർബന്ധമില്ല, കാരണം അതൊരു സെറ്റായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു പീസാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ലാഭം. അത് ഒരു അണീവൻ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ട് കുറച്ച് വെള്ളം അതിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ അണീവൻ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കത്രിക വെച്ചിട്ടായാലും കട്ട് ചെയ്ത് കൊടുക്കാം, പക്ഷേ ഇതായിരിക്കും കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഒന്ന് നനവ് ഏകദേശം എല്ലായിടത്തൊക്കെ ആയപ്പോൾ നമുക്കതിൽ നിന്ന് അടർത്തി മാറ്റിയെടുക്കാം കേട്ടോ. ഡെക്കോപ്പേജ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒന്നാണ് മോഡ് പോഡ്സ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വൈറ്റ് ഗ്ലൂ എടുക്കുക, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെള്ളം എടുക്കുക, അതായത് 2:1 അതാണ് അതിൻ്റെ റേഷ്യോ. എന്നിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുപ്പിയുടെ മുകളിൽ വേണമെങ്കിൽ അക്രിലിക് പെയിൻറ്റ്സ് വെച്ചിട്ട് ഓൾറെഡി നമുക്കൊരു ബേസ് കോട്ടിങ് കൊടുക്കാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റ് ഫിനിഷിംഗ് ഉള്ള സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ടായാലും ഒരു ബേസ് കോട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മോഡ് പോഡ്ജ് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ സാന്താക്ലോസിൻ്റെ പ്രിൻ്റ് എടുത്ത പിക്ചർ ഞാൻ അതിൽ പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എയർ ബബിൾസ് പോലെ നിൽക്കുന്നുണ്ടാവും. അതിനുശേഷം ഒന്നുകൂടെ മോഡ് പോഡ്ജ് അപ്ലൈ ചെയ്യുക. 1-2 കോട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടെ സെക്യൂർ ചെയ്ത് വെക്കണമെങ്കിൽ അതിന് മുകളിലായിട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വുഡൻ വാർണിഷ് പരമാവധി ഒഴിവാക്കുകയായിരിക്കും നല്ലത്, കാരണം ചെറിയൊരു മഞ്ഞ കളറ് അതുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ്സിനൊക്കെ അടിക്കുന്ന വാർണിഷ് കിട്ടും. അങ്ങനത്തെ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം. ബോട്ടിലിൻ്റെ മറ്റ് സൈഡുകളിലും ഒക്കെ നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അക്രിലിക് പെയിൻറ്റ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അക്രിലിക് പെയിൻറ്റ്സ് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ മോഡ് പോഡ്ജ് അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ബ്ലാക്ക് കളർ അക്രിലിക് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ടിഷ്യൂ പേപ്പർ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ സ്ട്രെയിറ്റ് ഒന്നായിട്ട് നിൽക്കണമെന്നില്ല, അത് ചുളുങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. ഈ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം എക്സസൈസ് നിൽക്കുന്ന പേപ്പേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബോട്ടിൻ്റെ മുകളിലേക്ക് മഞ്ഞൊക്കെ ഇങ്ങനെ ഒലിച്ചു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ, അതേ ഒരു സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗ്ലൂ ഗൺ വെച്ച് അതേ മോഡലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്, കാരണം അടിയിലെത്തുമ്പോൾ അത്ര ഒരു എന്താ പറയുക ഗ്ലൂ ഗൺ അങ്ങനെ ഒലിച്ച ഒരു അവസ്ഥയിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്തുനിന്ന് മുകളിലേക്ക് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഗ്ലൂ ഗൺ വെച്ച് അപ്ലൈ ചെയ്ത ഭാഗങ്ങളിൽ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് മാറിയതിന് ശേഷം മാത്രം അതുമ്മ പിടിക്കുക. ഇനി നമ്മൾ ടിഷ്യൂ പേപ്പറുമ്മ കളറൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ്സ് എടുത്തിട്ട് സ്പോഞ്ച് വെച്ചിട്ട് ചെറുതായിട്ട് അതുമ്മ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഗ്ലൂ ഗണ്ണിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് കളറും തമ്മിൽ മിക്സ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് വൈറ്റ് കളർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലൂ ഗണ്ണിൽ അപ്ലൈ ചെയ്ത ഭാഗം ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. സാന്റാക്ലോസിൻ്റെ പെയിൻറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്